നമുക്ക് ഈ ഡ്രംസിൻ്റെ ബാലപാഠങ്ങൾ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ റിയൽ ആയിട്ടുള്ള ഡ്രംസ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ശബ്ദ പ്രോബ്ലമാണല്ലോ. അതുകൊണ്ട് നമുക്കൊരു പ്രാക്ടീസ് പാഡ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്നൊരു പ്രാക്ടീസ് പാഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ക്യാരി ചെയ്യുന്ന ഒരു ബാഗും കൂടെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പറയുന്ന പ്രാക്ടീസിങ്ങിൻ്റെ കിറ്റ് എന്ന് പറയുന്നത്. ഇതുണ്ട്, ഇതാകുമ്പോൾ റബ്ബറാണ് ഈ സാധനം. നമ്മൾ രണ്ട് സൈഡിലായിട്ട് നമുക്ക് മാറ്റി മാറ്റി വെക്കാം. നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനനുസരിച്ച് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത് മുറുകും. ഇതുണ്ട്, ടൈറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്കിത് മുകളിലോട്ടോ സൈഡിലോട്ടോ നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഓരോ ഇതനുസരിച്ചിട്ട് വെക്കുന്നു. തറയിൽ നമുക്ക് വെക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചിട്ട് നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഇതിപ്പോൾ ചെണ്ടയാണെങ്കിൽ മറ്റെന്ത് സാധനങ്ങൾ പ്രിക്വേഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഗ്രേറ്റ് ആണ്. ഇതിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കിത് ഫുൾ റബ്ബർ ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. ഇതിന് $59 ആണ് അതിൻ്റെ പ്രൈസ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ കുഴപ്പമില്ല. ക്വാളിറ്റി നോട്ട് ടു ബാഡ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത്ര വലിയൊരു നല്ല ഒരു പക്ക ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് കൂടെ കുറച്ചും കൂടെ നമുക്കൊന്ന് പൊക്കാനായിട്ട് വേണമെങ്കിൽ ഇത് സൈഡിലേക്ക് നമുക്ക് താത്താം. ഇതിൻ്റെ മാക്സിമം ഹൈറ്റാണ്. അതെനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഹൈറ്റ് ഇതിന് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളവരും തോന്നി. പിന്നെ കുഴപ്പമില്ല, ഇരുന്നോണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദാറ്റ്സ് ഓക്കെയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്കും ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.